ഞാൻ റീസെൻ്റ് ആയിട്ടൊരു പോസ്റ്റ് കണ്ടു. അതായത് UAE അബുദാബിയിലുള്ള സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് 2024 ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്നുള്ളൊരു അവാർഡ് അവർക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ അത് ഓക്കെ, ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തു. ബട്ട് ബിഹൈൻഡ് എനിക്കൊരു തോട്ട് വന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ കൺട്രീസ്, ഇപ്പോൾ അബുദാബിൻ്റെ കേസ് പോട്ടെ, സിംഗപ്പൂർ ആയാലും ചൈനയിലും ഉണ്ടായിരുന്നു. അവർ ഇതുവരെ കഴിഞ്ഞ ഇയറായിട്ട് അവർ റെക്കോർഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ കൺട്രി ഇത്രയും മണി ഈ ഒരു എയർപോർട്ട് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ആർക്കിടെക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? ആ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നു. ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ എയർപോർട്ടിൽ അത് നമ്മൾ ഒരു പുതുതായിട്ട് വന്ന് ഇറങ്ങുന്ന ഒരാൾ ആ ഒരു ആർക്കിടെക്ചറും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കണ്ടിട്ട് ആ രാജ്യത്തിനെ വിലയിരുത്താനുള്ളൊരു എൻട്രി പോയിന്റ് ആണ് എയർപോർട്ട് എന്നുള്ളത്. ഇപ്പോൾ മുന്നേ ഇതേപോലെ ഖത്തർ ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടത്തിയിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടെ മറ്റേ ഒരു ബിസിനസ്സിന്റെ ഇതിനൊക്കെ ഒരു മെയിൻ ഹബ്ബാണ്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ഒരു ട്രാൻസ്പോർട്ടേഷനും ഏതൊരു ഇത് വരും ആദ്യം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കൺട്രി അവർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. നമ്മളെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ എന്താ ചെയ്യാ, നമ്മളെപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് അവരും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇത് മത്സരമാണ്, എല്ലായിടത്തും മേഖലയിലും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കണം.